മാനവരാശിയുടെ ചരിത്രത്തിലെന്നും യുഗപുരുഷന്മാർ ജന്മമെടുക്കാറുണ്ട്. മഹാത്മാക്കൾ വരാറുണ്ട്, വഴികാട്ടികൾ വരാറുണ്ട്, ഗുരുക്കന്മാർ വരാറുണ്ട്, ആചാര്യന്മാർ വരാറുണ്ട്. അവരാണ് സമൂഹത്തിന് വെളിച്ചം നൽകുന്നത്. അതേത് മതമെടുത്താലും, ഏത് ജാതി എടുത്താലും, ഏത് വിഭാഗമെടുത്താലും, ആ വിഭാഗങ്ങളിൽ ഏത് കാലഘട്ടം എടുത്താലും സൂര്യപ്രഭ പോലെ ഒരുപാട് യോഗീവര്യന്മാർ ഭൂമിയിൽ ജന്മമെടുക്കാറുണ്ട്. ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനും ജനതയ്ക്ക് വെളിച്ചം കൊടുക്കുന്നതിനും അവരുടെ സംഭാവന വളരെ വലുതായിരിക്കും. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ നിലനിന്ന, ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 1800കളിൽ നിലനിന്നിരുന്ന, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കയിൽ അടിമത്വം ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ, അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുണ്ട യുഗമെന്നറിയപ്പെടുന്ന മനുഷ്യരായി അംഗീകരിക്കാത്ത, ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യരെ അകറ്റി നിർത്തുന്ന, ഒരു വെളിപ്പാടകലെ മാത്രം മനുഷ്യർ തമ്മിൽ അകന്ന് നടക്കണം എന്ന് വരെ പറയുന്ന വളരെ ഒരു ഇരുണ്ട യുഗമുണ്ടായിരുന്നു. ആ ഇരുണ്ട യുഗത്തിലാണ് കേരളത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ കേരളം കണ്ട ആദ്യത്തെ എന്ന് പറയാം നമുക്ക്, ആദ്യത്തെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ അഗ്രഗണ്യനായിരുന്നു ശിവരാജയോഗി തൈക്കാട് അയ്യാ സ്വാമികൾ, അല്ലെങ്കിൽ അയ്യാ ഗുരു. അദ്ദേഹമല്ല, ഗുരുവിൻ്റെ 117ാമത് ജയന്തിയാണെന്ന്. യോഗാചാര്യനായിരുന്നു, പണ്ഡിതനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു, ഘടയോഗം നന്നായി പഠിച്ചിട്ടുള്ളതാണ്, പ്രയോഗിക്കുന്ന ആളാണ്, വളരെ വലിയ ജീവിതം നയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. മാത്രമല്ല, സ്വന്തം മരണം എന്ന് പറയുന്നത്, നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണല്ലോ നമ്മൾ ജഡം അല്ലെങ്കിൽ ശരീരം എന്നൊക്കെ പറയുന്നത്, ശവശരീരം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അല്ലാതെ അതിനകത്ത് ശ്വാസമില്ലാതെ ആവുന്ന അവസ്ഥയാണല്ലോ. അതുപോലും നിർണയിച്ച, മരണം പോലും മരിക്കാൻ തൻ്റെ ദൗത്യം, ഇപ്രാവശ്യത്തെ തൻ്റെ ജന്മദൗത്യം കഴിഞ്ഞു, താൻ പോകുന്നു എന്ന് പറഞ്ഞ് അതുപോലും തിരിച്ചറിഞ്ഞ വലിയ യോഗീശ്വരനായിരുന്നു. എന്നാണ് ജനിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടില്ല. പക്ഷേ കാൽക്കുലേഷനുകൾ അനുസരിച്ച്, പിന്നെ മകനും അതുപോലുള്ള ആളുകളുമൊക്കെ കണക്ക് കൂട്ടിയ അനുസരിച്ച് കണക്കാക്കുമ്പോൾ 117ാമത് ജയന്തിയാണ് ഇന്ന്. കാരണം അങ്ങനെ എഴുതി വയ്ക്കുന്ന സ്വഭാവമില്ല എന്ന് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാരായി ഘടയോഗം പഠിക്കാനും യോഗാസനം പഠിക്കാനും ഒക്കെ എത്തിച്ചേർന്ന ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും പോലുള്ള അന്നത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ യോഗാചാര്യന്മാർ, പിന്നെ അവർ കേരളത്തിലെ ഏറ്റവും വലിയ ആളുകളായി, ലോക വെളിച്ചമായി മാറി. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളൊക്കെ ലോകത്തിൻ്റെ വെളിച്ചമായി മാറി. അവർ ഈ തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനാണ്. തിരുവനന്തപുരം തൈക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഗുരുവിൽ നിന്നായിരിക്കില്ല ഒരുപാട് വിവരങ്ങൾ പഠിക്കുന്നത്. സംസ്കൃതം പഠിച്ചത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും സംസ്കൃതം പഠിച്ചത് മറ്റൊരാളിൽ നിന്നാണ്. യോഗാഭ്യാസം പഠിക്കുന്നത് തൈക്കാട് അയ്യാ ഗുരുവിൽ നിന്നാണ്. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഗുരുക്കന്മാരും, ആയുർവേദം പഠിച്ചത് മറ്റു സ്ഥലത്തു നിന്നാണ്. അങ്ങനെ പല സ്ഥലത്ത് പോയി പഠിക്കും. അങ്ങനെ എവിടെ പോയി പഠിക്കുമ്പോഴും യോഗാസനം പോലുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയും സന്യാസ ദീക്ഷയൊക്കെ കൊടുക്കുന്നതിൽ തൈക്കാട് അയ്യാ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ തൻ്റെ ശിഷ്യനെ പോലെ കണക്കാക്കി. പ്രായം കൊണ്ട് ശിഷ്യനാകാം, പ്രായവ്യത്യാസം കൊണ്ട്. ഈ ഘടയോഗമൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് യോഗാസനമൊക്കെ പഠിപ്പിച്ച് തൻ്റെ ശിഷ്യനെ പോലെ കരുതി ജീവിച്ചിരുന്നു. ശിഷ്യനാണോ അല്ലയോ, കറക്റ്റ് ശിഷ്യനാണോ, ഇനി അങ്ങനെ ശിഷ്യനാണെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചകളൊക്കെ, ഒരുപാട് വിവാദങ്ങളൊക്കെ പലരും ഇങ്ങനെ പല പുസ്തകങ്ങളിലും ലേഖനങ്ങൾക്ക് എഴുതിവിടാറുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത് വലിയ ആത്മബന്ധമാണ്, ജീവൻ്റെ ബന്ധമാണ്. അതൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു സെക്രട്ടേറിയറ്റിലെയോ അല്ലെങ്കിൽ നമ്മളേതെങ്കിലും സർക്കാർ സംവിധാനത്തിലെ ഒരു ഹൈറാർക്കിയൽ റിലേഷനൊന്നുമല്ല, സാറുകുട്ടി റിലേഷൻ അല്ലത്. അതൊരു രണ്ടാത്മാക്കളുടെ, ജീവാത്മാക്കളുടെ കൃത്യമായ ജൈവബന്ധമാണ്. അങ്ങനെ നവോത്ഥാന നായകനാണ് ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾക്കും. പിന്നെ മഹാത്മാ അയ്യങ്കാളി, അന്ന് പിന്നോക്ക വിഭാഗക്കാരുടെ ധീരനായ വിപ്ലവകാരിയായ പോരാളിയെ മഹാത്മാ അയ്യങ്കാളിക്കുമൊക്കെ യോഗവിദ്യയും വേദാന്തവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ
ഗുരുനാഥനാണ് അയ്യാ ഗുരു. ഒരു തർക്കവുമില്ല, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചിട്ടാണ് സാമൂഹ്യ ബഹിഷ്കരണം നടത്തിയത്. 1814 ഇതാണ് കണക്ക് പറയുന്നത്. പാമ്പുക്കാട് എന്ന ഗ്രാമത്തിലാണ് തൈക്കാട് അയ്യാവിൻ്റെ ജനനം. കാശ്യപ ഗോത്രജനായ മുത്തുകുമാരനാണ് അച്ഛൻ. അമ്മ ശൈവ വെള്ളാള സമുദായ അംഗമായ രുക്മിണി അമ്മാളും. സുബ്ബരായൻ എന്നായിരുന്നു അയ്യാസ്വാമികളുടെ ആദ്യ നാമം. അച്ഛനിൽ നിന്ന് വൈദ്യവും മർമ്മശാസ്ത്രവും വ്യാകരണവും എല്ലാം പഠിച്ച അയ്യ സുബ്ബരായൻ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും വലിയ പ്രാവീണ്യം നേടിയിരുന്നു. 12-ാം വയസ്സിൽ മന്ത്രോപദേശം സ്വീകരിച്ച അയ്യ 16-ാം വയസ്സിൽ ബർമയിലും സിംഗപ്പൂരും പെനാങ്ങിലും ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ 3 വർഷത്തോളം നീണ്ട ദേശാടനത്തിന് പോയിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സന്യാസിമാരും സ്വാമിമാരുമൊക്കെ അവധൂത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാശ്രമമൊക്കെ കെട്ടി അവിടെ ഇരുന്ന് ശിഷ്യന്മാരെ കൊണ്ട് അങ്ങനെയല്ല അവരുടെ രീതി. അവധൂത് പോവുക എന്നാണ് പറയുന്നത്. ഗുരുക്കന്മാരും സ്വാമിമാരും സന്യാസിമാരും ഒക്കെ അവധൂത് പോകുമായിരുന്നു. കിട്ടുന്ന ഭക്ഷണം കഴിച്ച് കിട്ടുന്നിടത്ത് കിടന്നുറങ്ങി വേഷപ്രച്ഛന്നരായി പോലും ആരാണ് താനെന്ന് ഐഡൻറ്റിറ്റി പറയാതെ പോലും അവധൂതുമായി നടക്കുന്നവരായിരുന്നു യോഗീശ്വരന്മാരെല്ലാവരും. അതിൽ അങ്ങനെ ദേശാടനത്തിന് പോയപ്പോൾ സച്ചിദാനന്ദ സ്വാമികളെയും ചട്ടി പരദേശ് എന്നീ സിദ്ധന്മാരുടെ കൂടെയുള്ള യാത്രയിലാണ് യോഗവിദ്യ അഭ്യസിച്ചത്. 27-ാം വയസ്സിൽ ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരം സ്വാമികൾ കേരളത്തിലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ നിന്ന് തിരുവിതാംകൂറിൽ പര്യടനം നടത്തുകയും ചെയ്തു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൈക്കാട് അയ്യ വിവാഹിതരായത്. കൊല്ലം സ്വദേശിയായ കമലമ്മാളിനെയാണ് അദ്ദേഹം സ്വാമി ഗുരു വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് 3 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. മക്കൾ 2ാമത്തെ ആളായ പഴനിവേൽ അച്ഛൻ്റെ പാത പിന്തുടരുകയും പിൽക്കാലത്ത് അദ്ദേഹത്തിന് ആധ്യാത്മിക ചിന്താ പാരമ്പര്യം വളരെ വലുതായി വരികയും ചെയ്തു. മദ്രാസിലെ പണ്ഡിത സഭയിൽ വേദാന്തമടക്കമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അയ്യാ ഗുരു അഗ്രഗണ്യനായിരുന്നു. തൈക്കാട് റെസിഡൻസിയിലെ സൂപ്രണ്ടായി പിന്നെ വരുന്നതാണ് പിന്നത്തെ കഥ. കോഴിക്കോട് ബ്രിട്ടീഷ് സൈനിക ക്യാമ്പിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയും അയ്യാ ഗുരു ഏറ്റെടുത്തിരുന്നു. ഇക്കാലത്ത് പരിചയമുണ്ടായിരുന്ന അബ്തോൾ മക്ഗ്രിഗർ എന്ന ഉദ്യോഗസ്ഥൻ റെസിഡൻ്റ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തൈക്കാട് റെസിഡൻസിയുടെ അതായത് രാജകുടുംബത്തിൻ്റെ സൂപ്രണ്ടായി അയ്യാ ഗുരുവിനെ വയ്ക്കുകയും സൂപ്രണ്ട് അയ്യാവ് എന്ന പേരിൽ പിന്നെ ദീർഘകാലം അറിയപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് തൈക്കാട് അയ്യ എന്ന പേരിൽ അറിയാൻ തുടങ്ങിയത്. സൂപ്രണ്ട് അയ്യ എന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഗുരുവിനെ വിളിക്കുമായിരുന്നു. അയ്യാവ് എന്നാൽ പിതാവ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു പിതൃതുല്യമായിട്ടുള്ള വ്യക്തിത്വം എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. ശങ്കരാചാര്യർക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ശിഷ്യസമ്പത്തിനുടമയായ വ്യക്തിയാണ് തൈക്കാട് അയ്യാസ്വാമികൾ. രാജകുടുംബാംഗങ്ങൾ മുതൽ കർഷകർ വരെ നീളുന്ന ശിഷ്യസമ്പത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂർ രാജാവായിരുന്ന സോതിതിരുനാൾ അയ്യായുടെ ആത്മീയ മഹത്വം കേട്ടറിഞ്ഞ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ശിഷ്യനാവുകയും ചെയ്തു. അപ്പോൾ രാജാവിൻ്റെ ഗുരു കൂടിയായിരുന്നു, സോതിതിരുനാളിൻ്റെ ഗുരു കൂടിയായിരുന്നു. യോഗവിദ്യയും വേദാന്തം അഭ്യസിച്ചതും തൈക്കാട് അയ്യാവിൽ നിന്നാണ് രാജാവ് അഭ്യസിച്ചത്. അയ്യാവിനെ കാണാനും ശിഷ്യോത്വം സ്വീകരിക്കാനുമായി നിരവധി ആളുകൾ തൈക്കാട് എത്തിയിരുന്നു. മക്കടി ലബ്ബ, തക്കല പീർ മുഹമ്മദ്, ഇത് മുസ്ലിങ്ങളാണ്. എല്ലാ സമുദായക്കാരുമുണ്ട്. പേട്ടയിൽ ഫെർണാണ്ടസ് ക്രിസ്ത്യാനിയായിരുന്നു. സ്വയം പ്രകാശ യോഗിനിയമ്മ കൊല്ലത്തമ്മ, പിന്നെ സ്വയം പ്രകാശ യോഗിനിയമ്മ പിന്നെ വലിയ ആത്മീയ നേതാവ്, ആത്മീയ ആചാര്യയൊക്കെയായി. പിന്നെ കൊല്ലത്തമ്മ 50-ലേറെ പ്രമുഖർ സ്വാമികളുടെ ശിഷ്യഗണത്തിലുണ്ടായിരുന്നു. അവരെല്ലാം ആത്മീയതലത്തിലും ഭൗതികതലത്തിലും വളരെ വലിയ ഔന്നത്യങ്ങളിലേക്ക് പോയവരുമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കേരളത്തിൽ ജാതിഭ്രാന്ത് വല്ലാതെ നിന്നപ്പോൾ ഒരേ ജാതി ഒരേ കുലം ഒன்றേ ദൈവം എന്നൊരു കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. ആ കൺസെപ്റ്റിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സങ്കല്പത്തെ കൃത്യമായി മുന്നോട്ട് വെച്ചത് തൈക്കാട് അയ്യാ ഗുരുവാണ്. പക്ഷേ അതിന് ആവശ്യമായ പോപ്പുലറൈസേഷൻ കൊടുത്തത് അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുപോയത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുശിഷ്യ ബന്ധത്തിൽ അങ്ങനെ ആര് എന്നൊന്നും തർക്കിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുകയും സാധാരണക്കാർക്ക് സഹകരിച്ച യോഗിവര്യനായിരുന്നു അയ്യാ ഗുരു. 19-ാം നൂറ്റാണ്ടിലെ തൈക്കാട് അയ്യ കേരളത്തിൽ മിശ്ര ഭോജനം അല്ലെങ്കിൽ പന്തി ഭോജനം ആരംഭിച്ചിരുന്നു. സഹോദരൻ അയ്യപ്പൻ പന്തി ഭോജനം നടത്തിയത് സാധാരണക്കാരായ അല്ലെങ്കിൽ അന്ന് ഒന്നിച്ചിരിക്കാൻ കഴിയാത്ത വളരെ അധസ്ഥിതരായ ആളുകൾക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇത് ബ്രാഹ്മണനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും പിന്നെ ഹരിജന പട്ടികജാതി പട്ടികവർഗക്കാരെയും
അധസ്ഥിതരെയും ദളിതരെയും എല്ലാവരെയും തൻ്റെ ശിഷ്യനാക്കുകയും അവരെ ഒന്നിച്ചിരുത്തി തൻ്റെ ഭാര്യയെ കൊണ്ട്, അവിടെയാണ് ഏറ്റവും വലിയ ഒരു ഒരു കൗതുകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗരിമ എന്ന് പറയുന്നത്, സ്വന്തം ഭാര്യയെ കൊണ്ട് ഇവർക്കെല്ലാം പിന്നെ തൈപ്പൂയ ദിവസങ്ങളിലും മുരുകഭക്തനായിരുന്നു. ആ നിലയിൽ തൈപ്പൂയ ദിവസങ്ങളിലും അല്ലാതെ ഉള്ള മുരുകൻ്റെ വിശേഷ ദിവസങ്ങളിലൊക്കെ അവിടെ പന്തിഭോജനവും മിശ്രഭോജനവും നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയപ്പോഴാണ് പലരും നെറ്റി ചുളിച്ചത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവരെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവോ, ഉന്നത കുലജാതർ ഇരുന്ന് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ പോരെ, അതും ഭാര്യയെ കൊണ്ട് വിളമ്പിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അയ്യാഗുരു പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ ബ്രാഹ്മണർ ഉൾപ്പെടെ എല്ലാവരെയും ഒന്നിച്ചിരുത്തിയാണ് ആ പന്തിഭോജനം നടത്തിയത്. ഇന്ദുലകത്തിലെ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ, ഇതാണ് തമിഴിൽ പറഞ്ഞ, പിന്നെയാണ് അത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വാക്കുകളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഏതൊരു യോഗിക്കും ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാൻ കഴിയുമെന്ന് തൈക്കാട് അയ്യാഗുരു വാദിക്കുകയും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവനെ ഉപദേശിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി ഈ നാണു, നിന്റെ ജന്മം, ഒരു ശിഷ്യന്മാരാണ്, അതാണ് നിൻ്റെ എന്നൊക്കെ പറഞ്ഞു, ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല വാക്ക്, അയ്യാഗുരുവിൻ്റെ പദത്തിൽ നിന്ന് പറഞ്ഞതാണ്. നിൻ്റെ ജന്മം അത്ഭുതമാണ്, നീ ഉലകത്തിലെ പരത്തതൊക്കെ വന്ന അത് ഉരുട്ടതൊക്കെ വന്നതെന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഗുരു ശിഷ്യ ബന്ധത്തിൽ കൃത്യമായ ശിഷ്യന്മാരെ ഗുരുക്കന്മാരുടെ ലെവലിലേക്ക് വീണ്ടും അവർ ഗുരുക്കന്മാരാകട്ടെ എന്നുള്ള രീതിയിലൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വച്ച വ്യക്തിത്വമായിരുന്നു. വൈകുണ്ഠസ്വാമികൾക്ക് അത് മറ്റൊരു യോഗീശ്വരനായിരുന്നു, ഒരു ജ്ഞാനിയായിരുന്നു, ഗുരുവായിരുന്നു. അദ്ദേഹത്തിന് ഒരു കേസിൽ പെടുമ്പോൾ മഹാരാജാവിനോട് പറഞ്ഞ് ആ കേസിൽ നിന്ന് മോചിതമാക്കുന്നതിലും തൈക്കാട് അയ്യാഗുരുവിന് വലിയ പങ്കുണ്ട്. അന്നത്തെ പ്രജാസഭയിൽ അയ്യങ്കാളിയെ അംഗമാക്കുന്നതിൽ തൈക്കാട് അയ്യാഗുരുവിൻ്റെ ശുപാർശയുണ്ട്. അതിനുശേഷം ഈ ശുപാർശ നടത്തിയതിനു ശേഷം തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ വെച്ച്, അന്ന് വയലുണ്ട്, ഈസ്റ്റ് ഫോർട്ടിന് പുത്തരി കണ്ടമാണ്, വയലിൻ്റെ കരയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ അയ്യങ്കാളിയെ കാണുകയും കാളി കാളി ഇങ്കവ ഉന്നെ കൊട്ടാരത്തിൽ എടുക്ക പോരുത്, പ്രജാസഭയിലേക്ക് എടുക്കും, അന്നത്തെ നിയമസഭയിലേക്ക്, രാജാവിൻ്റെ കാലത്തുള്ള പ്രജാസഭയിലേക്ക് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയെ എടുക്കുന്നത് തൈക്കാട് അയ്യാഗുരുവിൻ്റെ നിർദ്ദേശത്തോടു കൂടിയാണ്. ശുപാർശ എന്ന് ഞാൻ പറയുന്നില്ല, നിർദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ വളരെ വലിയ തോതിൽ ഒരുപാട് ഗുരുക്കന്മാരെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് തൈക്കാട് അയ്യാവ്. ഞാൻ പറഞ്ഞു, മിശ്രപന്തി ഭോജനം, വൈകുണ്ഠസ്വാമികളെ പുറത്തുവിടുന്ന കഥ, മഹാത്മാ അയ്യങ്കാളിക്ക് കൊട്ടാരത്തിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയിൽ അവസരം കൊടുക്കുന്ന കഥ, അങ്ങനെ വളരെ വലിയ ഒരു കഥ പറയാനുണ്ട്. 1873 തിരുവിതാംകൂർ റെസിഡൻ്റായി നിയമിത അയ്യാഗുരു 1909 സമാധിയാകുന്നതിന് ഒരാഴ്ച മുമ്പരെയും അവിടെ ജോലി നോക്കിയിരുന്നു. ജോലി ചെയ്യാൻ വേതനം വാങ്ങുന്നില്ലെന്ന തീരുമാനമെടുത്ത അയ്യ പെൻഷൻ തുക വാങ്ങുന്നതിനെതിരായിരുന്നു. ആ നിലപാടിന് വഴങ്ങിയാണ് ആജീവനാന്തം സർക്കാർ ജോലി ചെയ്യാൻ മഹാരാജാവ് ഗുരുവിനെ അനുവദിച്ചത്. 1909 20 തൈക്കാട് അയ്യാഗുരു സമാധിയായത്. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മോത്തരകാന്ഡം, പഴനി വൈഭവം, കുമാരകോവിൽ കുറവൻ, കേദാരേശ്വര വ്രതം, ഹനുമാൻ പാമലൈ, ഉജ്ജയിനി മഹാകാളി, പഞ്ചരത്നം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ശൈവജ്ഞാന പാരമ്പര്യത്തിൻ്റെ പതാവാഹകനായിരുന്ന തൈക്കാട് അയ്യാഗുരു മനോമണിയം എന്ന ഗ്രന്ഥത്തിലൂടെ പ്രശസ്തനായ പ്രീ സുന്ദരം പിള്ളയുമായി ചേർന്ന് 84 അയ്യാഗുരു സ്ഥാപിച്ചതാണ് ശൈവപ്രകാശ സഭ. അതുപോലെ തന്നെ അന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന് പറയുന്ന ഒരു കുടിപ്പള്ളിക്കൂടം പോലെ ഒരു സ്കൂളുണ്ടായിരുന്നു, ഒരു ആശാൻ പള്ളിക്കൂടം ഉണ്ടായിരുന്നു. അവിടെ ഗുരുദേവനും തൈക്കാട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തൈക്കാട് അയ്യാഗുരുവും മനോമണി സുന്ദരംപിള്ള, തിരുവിതാംകൂറിലെ ആദ്യത്തെ MA മനോമണി സുന്ദരംപിള്ളയും അദ്ദേഹത്തിൻ്റെ മകനായിരുന്ന PS നടരാജപിള്ള, പിന്നെ മകൻ കൊച്ചുകുട്ടിയാണെന്ന്, പക്ഷേ ഈ മുതിർന്ന ഇവരെല്ലാം ഒന്നിച്ചു കൂടുകയും ജ്ഞാനപ്രകാര സഭ എന്ന പേരിൽ ഒരു വിദ്വത് സഭ, അതായത് മഹാന്മാരുടെ മഹത് വ്യക്തിത്വങ്ങളുടെ ഒരു ചർച്ചാവേദി പേട്ടയിൽ ഉണ്ടായിരിക്കുകയും രാജാവിനടക്കം സ്വാതി തിരുനാളും ശ്രീമൂലം തിരുനാളൊക്കെ ഉള്ള രാജാക്കന്മാരെ അടക്കം സ്വാധീനിക്കുകയും ചെയ്തിരുന്ന
അതുകൂടി നടന്നതിൻ്റെ ബാക്കി പത്രമാണ് കേരളത്തിൽ നടന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെയോ ചട്ടമ്പി സ്വാമികളുടെയോ മഹാത്മാ അയ്യങ്കാളിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അന്നുണ്ടായിരുന്ന ഇവർ ഒരു കൂട്ടം ആളുകൾ ചെയ്തിരുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളുടെ ബാക്കിപത്രമാണ് ഇന്ന് നാം ഈ അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളുടെയും ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത് ഇവർ കുറച്ച് പേർ ഇട്ട് പാകിയ വിത്താണ്. അതാണ് പിന്നെ മുളച്ച് വലിയ നവോത്ഥാനമായി കേരളത്തിൽ മാറിയത്. അങ്ങനെ ആ നവോത്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ തൻ്റെ പ്രതിമ വയ്ക്കരുതെന്നും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്നും തൻ്റെ ജന്മദിനം പോലും ആഘോഷിക്കരുതെന്നും ഒരിക്കൽ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു സായിപ്പ് മദാമയും പോയപ്പോൾ അതുപോലും അനുവദിക്കാതെ പിന്നെ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ വെച്ചിട്ടാണിപ്പോൾ ഈ പ്രതിമയും മറ്റ് അല്ലെങ്കിൽ ഫോട്ടോ വെച്ചാണിപ്പോൾ എല്ലാവരും പൂജിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് രാജ കൊട്ടാരത്തിലുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് തൻ്റെ ജീവിതം ആശ്രമം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ പിന്നെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാനോ സംഘടനകൾ ഉണ്ടാക്കാനോ സമ്പത്തുണ്ടാക്കാനോ ഒന്നും നടക്കാതെ ഒരാത്മീയ വെളിച്ചമായി ഒരു അവധൂതനെ പോലെ ഭൂമിയിൽ വന്ന് നിരവധി ഗുരുക്കന്മാരെ സൃഷ്ടിച്ച് ശിഷ്യന്മാരെ അല്ല സൃഷ്ടിച്ചത്. ഒരു ശിഷ്യനെയും അയ്യാഗുരു സൃഷ്ടിച്ചില്ല, ഒരുപാട് ഗുരുക്കന്മാരെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ഗുരുക്കന്മാരെ സൃഷ്ടിച്ച് ഗുരു പരമ്പര തന്നെ ഉണ്ടാക്കിയ വലിയ മഹാജ്ഞാനി വ്യക്തിത്വമാണ്. ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജ്ഞാനിയാണ്, ജ്ഞാനയോഗിയാണ്. പക്ഷേ എന്തുകൊണ്ട് കേരള സമൂഹം, മലയാളി സമൂഹം അങ്ങനെ അറിയുന്ന നിലയിലേക്ക് ഇത് അയ്യാഗുരുവിനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അയ്യാഗുരു തന്നെയാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ മറ്റുള്ളവർ ആദരിക്കാനും ബഹുമാനിക്കാനും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ളതല്ല മനുഷ്യജീവിതം. അത് വളരെ സാർത്ഥകമായ ഒരു ജീവിതമാണ് മനുഷ്യനുള്ളത്. ഓരോ ജന്മവും ഓരോ ജീവനും പുണ്യമുള്ളതാണ്, സാർത്ഥകമുള്ളതാണ്, വളരെ ഭൗതികമായും ആത്മീയമായും പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സുകളിലാണ് ആദരിക്കപ്പെടേണ്ടതെന്നുള്ള വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് അതേ ഗുരുവിനുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ബാക്കിയുള്ള പരമ്പരയിൽപ്പെട്ടവർ, അത് എല്ലാ ജാതിയിലും പെടുന്ന ബാക്കിയുള്ള പരമ്പരയിൽ, അത് ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനി മുസ്ലിം എല്ലാവരും ഉണ്ടായിരുന്നു ഗുരുവിൻ്റെ കൂടെ. അപ്പോൾ അവരുടെ പരമ്പരയുടെ ബാക്കി പത്രം തീർച്ചയായിട്ടും ഗുരുവിനെ സ്മരിക്കുകയും ഗുരുവിൻ അർഹിക്കുന്ന അല്ലെ ഗുരു ആഗ്രഹിക്കാത്തതാണെങ്കിൽ പോലും അതിൻ്റെ മുകളിലുള്ള ആദരവും ബഹുമാനവും കൊടുക്കുകയും അതിനാവശ്യമായ സംഘടനാ സംവിധാനവും സ്ഥാപനവും ഒക്കെ വരേണ്ട കാലം കഴിഞ്ഞു. ഈ നവോത്ഥാനം ആ കാലഘട്ടത്തിൽ തൈക്കാട് അയ്യാഗുരുവും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ചെയ്ത വലിയ സംഭാവനകൾ പുതിയ തലമുറകൾ പഠിക്കണം. ഇന്ന് നാം കാണുന്ന, ഉൾക്കൊള്ളുന്ന, കേൾക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും ഉച്ഛ്വാസ വായുവായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ പാദങ്ങളിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. ഇന്ന് തൈക്കാട് അയ്യാഗുരുവിൻ്റെ 117ാമത് ജയന്തിയാണ്. ആ ജയന്തിക്ക് മുന്നിൽ അങ്ങനെ ഒരു മഹാനുഭാവനെ ഈ ഭൂമിക്ക് സംഭാവന ചെയ്ത പ്രകൃതിയെയും നമുക്ക് വണങ്ങാം. തൈക്കാട് അയ്യാഗുരുവിന് എല്ലാ പ്രണാമവും അർപ്പിക്കുന്നു. ഇതിൽ